ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബോലെക്സ്, വില്ലുകാല്, അതുപോലെ തന്നെ പള്ളക്കാല് എന്നൊക്കെ നമ്മൾ നാടുകളിൽ വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. ചെറിയ കുഞ്ഞുങ്ങളിലാണ് നമ്മളിത് നടന്നു തുടങ്ങുന്ന അവസരത്തിൽ നോട്ടീസ് ചെയ്യുക. അപ്പൊ പാരന്റ്സിന് ടെൻഷൻ ആവും, ഇതെന്താണ് ചെയ്യേണ്ടത്, ഇതിനെന്തെങ്കിലും ചികിത്സയുണ്ടോ എന്നൊക്കെ ഒരുപാട് പാരന്റ്സ് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ എന്റെ പേര് ഡോക്ടർ സെറിൻ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. തൃശ്ശൂരാണ് എന്റെ ക്ലിനിക്ക് വരുന്നത്. അപ്പൊ ബോലെക്സ് എന്ന് പറയുമ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അതായത് കുഞ്ഞ് ഗർഭകാലഘട്ടത്തില് കുഞ്ഞിന്റെ മുട്ടിരിക്കുന്നത് വളഞ്ഞ ഒരു പൊസിഷനിലാണ്. അപ്പൊ ആ ഒരു വളഞ്ഞ ഒരു പൊസിഷൻ തന്നെയാണ് അവര് ജനിച്ചു വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ വളവോട് കൂടി തന്നെയാണ് മുട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നടക്കാനായിട്ട് തുടങ്ങുന്ന അവസരത്തില് ചില കുഞ്ഞുങ്ങൾ ഒരു 8 മാസത്തിലൊക്കെ ചിലപ്പോ പിടിച്ചു നിൽക്കുക, അതിനുശേഷം അങ്ങ് പെട്ടെന്ന് തന്നെ നടക്കാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ ആ സമയത്ത് ആ ഒരു ചെറിയ വളവോട് തന്നെ കുഞ്ഞ് നടക്കാനായിട്ട് ശ്രമിക്കുന്നത് കാണാം. ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഒരു ഫിസിയോളജിക്കൽ ബോലെക്സ് എന്ന് നമ്മൾ ഇതിനെ പറയും. ഇനി ഈ ഒരു അവസ്ഥയെ നമ്മൾ ജനുവാദം എന്ന് പറയാറുണ്ട്, ജനുവരും എന്ന് പറയാറുണ്ട്. അസ്ഥികളില് ഇത് എങ്ങനെയാണ് ശരിയാകുന്നത്? പിന്നീട് ഈ അസ്ഥികൾ അവരുടെ ഇമ്മച്വർ ആയിട്ടുള്ള ബോണുകളാണ്. അതിലെ ഗ്രോത്ത് പ്ലേറ്റ്സ് ഒന്നും അത് ഫ്യൂസ് ആയിപ്പെട്ടിട്ടില്ല, അല്ലെ? അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഗ്രോത്ത് പ്ലേറ്റ്സ് ഒക്കെ ഫ്യൂസ് ആവുകയും അങ്ങനെ ആവുന്നതോടുകൂടി മുട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. കുറെ പേരൻസ് ഈ ടെൻഷൻ കൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് നന്നായിട്ട് ആ ഭാഗത്ത് മസാജ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് പ്രത്യേകിച്ച് ഈ സ്ത്രീകളെ എല്ലാം കൊണ്ടുവന്ന് പ്രസവ ശുശ്രൂഷയുടെ സമയത്തൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ബോലെക്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് നല്ല രീതിയിൽ അങ്ങ് അമർത്തി ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ അതൊന്നും ഒരുപാട് പ്രഷർ കൊടുത്ത് അവിടെ മസാജ് ചെയ്യൊന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല കേട്ടോ. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട. ഇതൊരു 1.5 വയസ്സൊക്കെ ആവുന്നതോടുകൂടി അത് കറക്റ്റ് ആവുന്നതാണ് കേട്ടോ. ഇനി വേറൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇത് മുട്ട് വളയുന്നത് പുറത്തേക്കാണ്. ഇനി ഉള്ളിലേക്ക് വളയുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് നോക്ക് നീ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മുടെ മുട്ട് അത് ഏകദേശം ഒരു 3 വയസ്സിലൊക്കെ തുടങ്ങുന്ന സമയത്ത് മുട്ട് ഉള്ളിലേക്ക് വളയും. അപ്പൊ പലപ്പോഴും പാരന്റ്സ് ഞാൻ ആദ്യം പറഞ്ഞ ബുദ്ധിമുട്ട് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. പക്ഷെ ഉള്ളിലേക്ക് വളയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് അവർ നോട്ടീസ് ചെയ്യുകയും ചെയ്യും. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടും ഒരു 4 വയസ്സ് വരെ ഇത് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വരും. അതിനുശേഷം ഒരു 7 വയസ്സോടുകൂടി അല്ലെങ്കിൽ ഒരു 8 തൊട്ട് 12 വയസ്സ് വരെ ഇതിന്റെ കറക്റ്റ് ഒരു പൊസിഷനിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എപ്പോഴാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോ ഇത് രണ്ടും മുട്ടും വളഞ്ഞിട്ടാണ്. അതും രണ്ടും മുട്ടും ഒരേ രീതിയിലല്ല വളഞ്ഞിട്ടുള്ളത്. രണ്ടും മുട്ടും 2 രീതിയിലാണ് വളഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തീർച്ചയായിട്ടും ചികിത്സ തേടേണ്ടതാണ്. അതുപോലെ തന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും മുട്ട് സംബന്ധമായിട്ട് വളവോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ, അതുപോലെ പൊക്കക്കുറവുള്ള ചില ഫാമിലി ജനറ്റിക്കലി പൊക്കക്കുറവുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളത് ശ്രദ്ധിക്കണം. അത് ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ കുട്ടിക്ക് പൊക്കം സാധാരണ ഒരു ഹൈറ്റ് വെയിറ്റ് നമ്മുടെ ഒരു ഏജിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഹൈറ്റ് വെയിറ്റ് കുഞ്ഞിനില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രത്യേകത കുഞ്ഞിനുണ്ട്, ഈ മുട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നിട്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ 2 സാഹചര്യത്തിലും കാണിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് ചെറിയ കുട്ടികളെ ഒരു പ്രായം വരെ, പ്രത്യേകിച്ച് ഒരു 5-6 വയസ്സ് വരെ നമ്മൾ കുട്ടികളെ ഒരു 6 മാസം കൂടുമ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കുന്നു. ആയുർവേദം ആണെങ്കിലും മറ്റ് സിസ്റ്റംസിലെ ഡോക്ടേഴ്സിനെ കാണിച്ച് നിങ്ങൾക്കത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടത്, അവരുടെ ഹൈറ്റ്, വെയിറ്റ്, മാനസികമായിട്ടുള്ള ഗ്രോത്ത്, ഇതിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് അവരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റാതെ വരാം. അപ്പൊ അതുകൊണ്ട് ആ നോർമൽ സ്ക്രീനിങ് നമ്മളെപ്പോഴും ലഭ്യമാക്കേണ്ടത് ആസ് എ പാരന്റ് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പുറത്തേക്ക് വളയുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 വയസ്സ് 3 വയസ്സ് വരെ, 1.5 തൊട്ട് 3 വയസ്സാകുമ്പോഴേക്കും അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതിനുശേഷവും ഇത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചികിത്സ തേടേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ സമയം, അതായത് ഓരോ 6 മാസം കൂടുമ്പോഴും ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതായത് ചില ഫോട്ടോസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളവ് ശരിയാകുന്നുണ്ടോ അതോ പഴയതിനേക്കാളും മോശത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക. കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. ഓക്കെ. അതുപോലെ തന്നെ 8 വയസ്സിന് മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ നോക്ക് നീ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഉള്ളിലേക്ക് വളയുന്ന ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയാണ് അല്ലെ നോക്ക് നീ. അത് വന്നിട്ട് അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് നല്ല രീതിയിൽ വഷളാകുന്നുണ്ട് അല്ലെങ്കിൽ അത് മാറാതെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 8 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചികിത്സ എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് കേട്ടോ.
അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വോലെക്സിനെ കുറിച്ച് പറയാനുള്ളത്. വോലെക്സ് ഒരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ് ആയിട്ട് വരുന്നതാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരാറുള്ളത്. എന്നാൽ ചില അവസ്ഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ അവസ്ഥകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ബൈ.